വൈക്കം താലൂക്ക് ആശുപത്രിയിൽ 11-കാരന് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ തുന്നലിട്ട സംഭവത്തിൽ ആശുപത്രിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ട് മൂലം വൈദ്യുതി പോയതിനാലാണ് മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ നൽകിയതെന്ന് ആശുപത്രി RMO ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ പരാതി നൽകുന്നില്ലെന്ന് കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു. ശനിയാഴ്ച വൈകിട്ടാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചെമ്പ് സ്വദേശി 11 വയസ്സുകാരൻ S. ദേവതീർത്തിന്റെ തലയിലെ മുറിവിൽ മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിട്ടത്. സംഭവം വിവാദമായതോടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി RMOയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന് RMO നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടി ചികിത്സ തേടിയ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് മൂലം ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. ഈ സാഹചര്യത്തിലാണ് രോഗിയെ വൈകിപ്പിക്കാതെ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ തുന്നലിടേണ്ടി വന്നതെന്നാണ് വിശദീകരണം. എന്നാൽ ഡീസൽ ചെലവ് അധികമായതിനാൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാറില്ല എന്നാണ് ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അറ്റൻഡർ നൽകുന്ന മറുപടി. ജനറേറ്റർ ഉണ്ട്, ഡീസൽ സംഭവത്തിൽ പരാതി നൽകുന്നില്ലെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിയാൽ മാത്രം മതിയെന്ന് അമ്മ സുരഭി പ്രതികരിച്ചു. ഇല്ല, പരാതിയായിട്ടൊന്നും പോകുന്നില്ല. ഇതിപ്പോ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലൊന്നും പെടുത്തുക, ഇനിയുള്ളൊരു വീഴ്ച ഇതുപോലെ വരരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മോന് സംഭവിച്ച പോലെ വേറെ ആർക്കും സംഭവിക്കരുത്. ഡ്രസ്സിംഗ് റൂമിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അതിനകത്തും ഫുള്ള് ഇരുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഫ്ലാഷ് ഓണാക്കി, അറ്റൻഡറിൻ്റെ മൊബൈലിൽ ഫ്ലാഷ് ഓണാക്കി കഴിഞ്ഞിട്ട് ഇവരെ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇത് വലിയ മുറിവാണ്, അപ്പോൾ നമുക്ക് ഹെയർ കട്ട് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെയർ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ അതും ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താ ജനറേറ്റർ ഇല്ലേ, എമർജൻസി ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കറണ്ട് ഇല്ല, ജനറേറ്റർ വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ ജനറേറ്റർ എന്താ വർക്ക് ചെയ്യാത്തത്, അപ്പോൾ പറഞ്ഞു ഡീസലിൻ്റെ എന്തോ പ്രശ്നമാണ്. അങ്ങനെയാണ് ആ ചേട്ടൻ അന്നേരം പറഞ്ഞത്, അറ്റൻഡർ മറുപടി പറഞ്ഞത്. മുറിവ് ഭാഗത്തെ മുടി വെട്ടാനിരുന്ന മുറിയിലും വെളിച്ചമുണ്ടായിരുന്നില്ല. തുന്നൽ നടത്തുമ്പോൾ മുറിവിൽ മുടിയിരിക്കുന്നതായി ഡോക്ടർ അറ്റൻഡറോട് പറഞ്ഞിരുന്നുവെന്നും സുരഭി പറഞ്ഞു. കുട്ടിയെ ഇന്ന് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ജനം, കോട്ടയം.